പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് യാത്രക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായി നിലം പൊത്തി. ഒഴിവായത് വൻ ദുരന്തം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയിലെ തർക്കം പരസ്യപ്പോരിലേക്ക്. കോൺഗ്രസ് കൗൺസിലർമാർ സംഘടിപ്പിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഡെപ്യൂട്ടി മേയർ. ഔദ്യോഗിക ഉദ്ഘാടനം 12-ന് നടക്കാനിരിക്കെയാണ് കോൺഗ്രസ് സംഘടിപ്പിച്ച സമാന്തര ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ പങ്കെടുത്തത്. കുത്താമ്പുള്ളി ഇരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിൽ. അധികാരികളുടെ അവഗണനയിൽ പാരമ്പര്യ വ്യവസായമായ നെയ്ത്ത് തകർച്ചയുടെ വക്കിൽ. നെയ്ത്തുകാരുടെ ജീവിതം ദുരിതത്തിൽ. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വീട്ടിലെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ പുലി ആക്രമിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം. വാർത്തകളിലേക്ക് വിശദമായി. ഹൈക്കോടതി ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചു. ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതമനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, യൂത്ത് കോൺഗ്രസ് നേതാവ് OJ ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും. അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗതക്കുരുക്കിനും യാത്രാദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത്. ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് ഹർജിക്കാരും കോൺഗ്രസ് AIYF പ്രവർത്തകരും ടോൾ പ്ലാസയിലെത്തി വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കരയിലെ ടോൾ കൊള്ളയ്ക്കാണ് താൽക്കാലിക വിരാമമായിരിക്കുന്നത്. കരാർ പ്രകാരമുള്ള നിബന്ധനകൾ പൂർത്തിയാക്കാതെയുള്ള ടോൾ പിരിവിനെതിരെ വൻ ജനരോഷമുയർന്നിരുന്നു. ഒടുവിൽ ടോൾ കൊള്ളയ്ക്ക് സമാപനം. ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചു. അതെ, ജനങ്ങൾ ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കുന്നു. സമീപ നാളുകളിലൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ ദുരിതം വിതയ്ക്കുന്ന ഒരു പാത സംസ്ഥാനത്ത്. ഈ പാലിയേക്കര മുതൽ ചാലക്കുടി അങ്കമാലി വരെയുള്ള പാതയിലൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും. വിമാനത്താവളങ്ങളിൽ സമയത്തിനെത്താൻ സാധിക്കാത്തവർ, ആംബുലൻസുകളിൽ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ആശുപത്രിയിൽ എത്താൻ സാധിക്കാത്തവർ, എത്രയോ ജീവനുകൾ പൊലിഞ്ഞു, എത്രയേറെ അപകടങ്ങളുണ്ടായി. എന്നിട്ടും ടോൾ പ്ലാസ കമ്പനിയുടെ കണ്ണു തുറന്നില്ല. ഒരിക്കൽ കളക്ടർ ഇടപെട്ടു, ടോൾ പിരിവ് നിർത്തിവെച്ചു. പക്ഷേ 24 മണിക്കൂറിനകം ആ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച ധാർഷ്ട്യമായിരുന്നു ടോൾ പിരിവ് കമ്പനിക്ക്. ഹൈക്കോടതി ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റിയോട് എത്ര സമയത്തിനകം നന്നാക്കി നൽകാനാകും, ഇവിടെ ഗതാഗതം മതിയായ രീതിയിൽ ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കാനാകുമെന്നുള്ളത്. 1 ആഴ്ച സമയം ചോദിച്ചു, 2 ആഴ്ച ചോദിച്ചു, 3 ആഴ്ച ചോദിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3 മാസം സമയമാണ് ചോദിച്ചത്. എന്നാൽ ശരിയായ രീതിയിലുള്ള ഒരു നടപ്പാതയോ ഒരു സിഗ്നലോ ഒരു വഴിവിളക്കുകളോ ഒന്നുമില്ല. ജനങ്ങളെ കൊല്ലാനായി എത്രയേറെ ജീവനുകൾ പൊലിഞ്ഞ ഈ നടപ്പാതയിൽ, എത്രയേറെ ചോര പൊടിഞ്ഞ എത്രയോ ജീവനുകൾ പൊലിഞ്ഞ ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിന്നീടും ദേശീയപാത അതോറിറ്റിയുടെയോ ഈ ടോൾ പ്ലാസ കമ്പനിയുടെയോ കണ്ണ് തുറക്കുകയുണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ പാത സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. ആളുകൾ ആവേശത്തോടുകൂടി വാഹനങ്ങളിൽ നിന്ന് കൈ ഉയർത്തി ആരവം മുടക്കിയാണ് പോകുന്നത്. അതെ, ഒടുവിൽ അവരുടെ ആഗ്രഹം വിജയിച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ടോൾ പിരിവ് ആരംഭിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 13 വർഷം പിന്നിട്ടു. എത്രയോ കോടിക്കണക്കിന് രൂപ പിരിച്ചു. എന്നിട്ടും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ ഒരു അടിപ്പാതയോ ഒരു സർവീസ് റോഡോ മേൽപ്പാതയോ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാതെ ആളുകളെ കൊന്നൊടുക്കിയ, കൊള്ളയടിച്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ടോൾ പ്ലാസയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ജനങ്ങൾ ആഗ്രഹിച്ചു തന്നെയായി. ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ.
പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ച നിർത്തിവെച്ചത് കൂട്ടായ വിജയമാണെന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഹർജിക്കാരൻ കൂടിയായ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ആഴ്ച ടോൾ നിർത്തിവെച്ചതിന്റെ പണം പിന്നീട് ഈടാക്കാനുള്ള നീക്കമുണ്ടായാൽ എതിർക്കുമെന്നും ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നരകയാതന മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം ടോൾ കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവാണെങ്കിലും അത് പുറത്തു വന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കരാർ കമ്പനി പണി പൂർത്തീകരിക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറല്ല. താൽക്കാലികമായി ടോളുകൾ സസ്പെൻഡ് ചെയ്യുന്ന കാലാവധി കരാർ പ്രകാരം നീട്ടിക്കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിൽ ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കോവിഡ് സമയത്തും നമ്മുടെ പ്രളയ സമയത്തും മറ്റ് പല സമയങ്ങളിലും സസ്പെൻഡ് ചെയ്ത ആ കാലാവധി അവർക്ക് ഇവിടെ നീട്ടിക്കൊടുക്കും. സത്യത്തിൽ അത് അവർക്ക് ബമ്പറാണ്. ഇപ്പോൾ 95 രൂപ എന്നുള്ളത് 28 ആകുമ്പോൾ ചിലപ്പോൾ 125 രൂപയാണ്. അത്രയും കാശ് അവർക്ക് നീണ്ടു കിട്ടുക. അതിന് സമാനമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന ഈ 4 ആഴ്ച ഒരു കാരണവശാലും നീട്ടിക്കിട്ടാൻ അവർക്ക് അർഹതയില്ല. അത് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ ഹർജിക്കാരൻ തടസ്സ ഹർജി ഫയൽ ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും സുപ്രീം കോടതിയെ സമീപിക്കാൻ ശ്രമിക്കുന്നതായി അറിഞ്ഞതിനെ തുടർന്ന് ഹർജിക്കാരനായ ഷാജി കോടങ്കണ്ടത്താണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത്. അഡ്വക്കേറ്റ് മുഹമ്മദ് സാദിഖ് മുഖേനയാണ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. സമിതി ഭാരവാഹികളായ TG അജോ, ജോയ് നെല്ലിശ്ശേരി എന്നിവർ ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗത തടസ്സവും റോഡിന്റെ ശോചനീയാവസ്ഥയും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തണമെന്ന് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. തൃശ്ശൂർ മുതൽ അങ്കമാലി വരെയുള്ള ഗതാഗത കുരുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കുരുക്കാണ്. അതായത് ജോലിക്കാർക്കും ഇപ്പം ഞങ്ങളുടെ ആംബുലൻസ് വരെ പല ഗതാഗത കുരുക്കിൽ പെട്ടിട്ട് നിരവധി രോഗികളെ ഞങ്ങളെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അങ്കമാലിയിലും പൊങ്ങത്തും പേരാമ്പ്രയിലും ആമ്പല്ലൂരും നിരവധി സ്ഥലങ്ങളിലാണ് ഈ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്. അതേമാതിരി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജോലിക്കാർക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടോള് എന്നേക്കുമായി നിർത്തിവെക്കുന്നതാണ് ഏകലവ്യ കലാകായിക സമിതിയുടെ ആവശ്യം. ഹൈക്കോടതി ഉത്തരവിന്റെ ഫലമായി പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചതിൽ ആം ആദ്മി പാർട്ടി സന്തോഷസൂചകമായി മിഠായി വിതരണം നടത്തി. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച എല്ലാ മാന്യ വ്യക്തികളെയും ജില്ലാ കലക്ടറെയും ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രത്യേകം അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ജോയ് കെ ആന്റണി, ടോജോ തിമോത്തി, പോളി CC എന്നിവർ നേതൃത്വം നൽകി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്ന ആവശ്യമുന്നയിച്ച് AYF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്നു നൽകി. AYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. ടോൾ പ്ലാസയിൽ 14 വർഷം തുടർച്ചയായി സമരം ചെയ്യുന്ന സംഘടനയാണ് AYF എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം KS മിഥുൻ, മോഹൻദാസ്, KM അഭിജിത്ത്, സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി രേവതാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ചഞ്ചൽ, വിഷ്ണു എന്നിവർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതി അക്രമാസക്തനായത്. പിന്നീട് പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കോടാലി GLP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടിവീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. സംയോജിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് ആരോപണമുണ്ട്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023-ലാണ്. കോസ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA-യും വിദ്യാലയ സൗഹാർദ്ദ സമിതിയും അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. TCV ന്യൂസ്, കൊടകര. കോടാലി സർക്കാർ LP സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കുമാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ഓഡിറ്റോറിയത്തിലെ സീലിംഗ് തകർന്നു വീണ കോടാലി GLP സ്കൂൾ KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ നേതാക്കളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും MLA പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയണതും ഉണ്ടാവണതും അല്ല. മറ്റു പരിപാടികളൊന്നും നടക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. അങ്ങനെ പെട്ടെന്നാണ് ഈ സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടാലി സർക്കാർ GLP സ്കൂളിന്റെ സീലിംഗ് തകർന്നു വീണതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സ്ഥലം MLA KK രാമചന്ദ്രന് കഴിയില്ലെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. MLA ഫണ്ട് ഉപയോഗിച്ച് 2 കൊല്ലം മുൻപ് പണിത സീലിംഗ് അടർന്നു വീണുണ്ടായ സംഭവം ഒറ്റപ്പെട്ട സംഭവമാക്കി തീർക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. ഇതിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കൊടാലി സർക്കാർ പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും DCC സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ മിഷൻ ക്വാർട്ടേഴ്സിലെ അരിസ്റ്റോ റോഡ് ഉദ്ഘാടനം ചെയ്ത് ഡെപ്യൂട്ടി മേയർ. കോർപ്പറേഷന്റെ ഔദ്യോഗികമായ റോഡ് ഉദ്ഘാടനം 12-ന് മന്ത്രി ഡോക്ടർ R ബിന്ദു നടത്താനിരിക്കെയാണ് ഡെപ്യൂട്ടി മേയർ ML റോസി റോഡ് ഉദ്ഘാടനം ചെയ്തത്. ബുധനാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത് മാറ്റിയത് തന്നെ അറിയിച്ചിരുന്നില്ലെന്നും ജനങ്ങളുടെ കൂടെയാണ് താനെന്നും ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞു. ജനോപകാരമായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൊണ്ടാണ് വെള്ളം വെളിച്ച റോഡ് എന്നുള്ളത് ആ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ വരാൻ കാരണം. എനിക്കുള്ള കിഴി വേറെ ഉണ്ടാവും, സാരമില്ല, ഞാനൊക്കെ സഹിച്ചുകൊണ്ട്.
അത് മേയർ, അതായത് അവിടെ നിയന്ത്രിക്കുന്നത് കുറച്ച് താൽക്കാലിക ജീവനക്കാരാണ്. അപ്പോൾ വളരെ വിഷമമുണ്ടെങ്കിലും ഇനി 3 മാസം കൂടിയല്ലേ ഉള്ളൂ. പറയുന്നോടത്ത് അടിക്കാൻ എനിക്കറിയാം, പക്ഷെ ഞാനെല്ലാം കുറച്ചൊക്കെ 75% ക്ഷമിക്കുക. പക്ഷെ ഇതൊന്നും നല്ല പ്രവൃത്തിയില്ല. ആര് ഭരിച്ചാലും ഭരണം എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നവരെ എന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ എന്ന ML റോസി എന്ന ഡെപ്യൂട്ടി മേയർ. റോഡിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടത്താനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കൗൺസിൽ യോഗമുള്ളതിനാൽ അത് ബുധനാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന മേയറുടെ നിർദ്ദേശമനുസരിച്ച് മേയറെ ഉദ്ഘാടകനാക്കി മേയർക്ക് ക്ഷണക്കത്ത് നൽകി. പിന്നീട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ ഇടപെടലിൽ ഔദ്യോഗിക ഉദ്ഘാടനം 12ലേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച തന്നെ ഉദ്ഘാടനം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഇത് നിരന്തരം കൗൺസിലിലെ ഈ ഡിവിഷണൽ കൗൺസിലർമാരായ ലീല ടീച്ചറും സിന്ധു ആൻഡോ ചാക്കോളയും നിരന്തരം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. ഒരുപാട് നാൾ 2-3 വർഷക്കാലം ഇത് അനുവദിച്ചു തന്നില്ല. കൗൺസിൽ ഹോളിനകത്തും പുറത്തു നടത്തിയ സമരങ്ങളിലൂടെയാണ് ഇത് ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. ആ ഫണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായി. മേയർ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു. മേയർ മറ്റൊരു ഉദ്ഘാടനം നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ വന്നു. ഡെപ്യൂട്ടി മേയർ ഭരണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി മേയർ വന്ന് ഉദ്ഘാടനം നടത്തി എല്ലാവർക്കും ഈ റോഡ് തുറന്നു കൊടുത്തിരിക്കുകയാണ്. കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മിഷൻ ക്വാർട്ടേഴ്സ്, പള്ളിക്കുളം ഡിവിഷനുകളിൽ ഉൾപ്പെട്ട ഈ റോഡിൽ ടൈൽ വിരിക്കൽ പൂർത്തിയാക്കിയത്. ഡിവിഷനുകൾക്ക് നൽകുന്ന 70 ലക്ഷം രൂപ തികയാത്ത നിർമ്മാണമായതിനാൽ കോർപ്പറേഷൻ പ്രത്യേക താൽപ്പര്യമെടുത്തായിരുന്നു പദ്ധതി പൂർത്തിയാക്കിയതെന്നും ഇത്തരം വലിയ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രിമാരെ വിളിച്ചാണ് നടത്താറുള്ളതെന്നുമാണ് മേയറുടെ നിലപാട്. സമീപത്തെ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ബദൽ മാർഗമായി പ്രയോജനപ്പെടുത്തുന്നത് ഈ റോഡാണ്. ഇവിടുത്തെ കൗൺസിലർമാരായ ലീല വർഗീസും സിന്ധു ആൻഡോ ചാക്കോളയും റോഡ് നിർമ്മാണം വൈകുന്നത് പലതവണ കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നടുത്തളത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷൻ കൗൺസിലർ ലീല വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, പള്ളിക്കുളം ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, പ്രമുഖ വ്യാപാരി ജോസ് ആലുക്ക, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ദേശീയ കൈത്തറി ദിനം അടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ്. അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലുമാണ്. TCV വാർത്താസംഘം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കൈത്തറിക്ക് പെരുമകേട്ട തിരുവില്ലോമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതക്കയത്തിലാണ്. ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടുപാവും ഇഴചേരാതെ വേർപെട്ടു നിൽക്കുന്നു. 70 വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയായ 3 കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ്. ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശയ്യയിലാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻടെക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത്. 10 ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും 2 ലക്ഷം മാത്രം നൽകി ഹാൻടെക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടെല്ലൊടിച്ചു. കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന 20% റീബേറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട്. സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി. കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി. തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവും അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി. ഇതോടെ നെയ്ത്തുകാരിൽ പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി. ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തൊഴിലാളികൾ വേദനയോടെ പറയുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഒതുങ്ങി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള സദസ്സ് പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു. കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ഈ ഉത്സവ സമയങ്ങളിൽ റിബേറ്റ് കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശികകൾ ഈ ചെറിയ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപ്പെക്സ് സ്ഥാപനമായ ഹാൻഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ജൗളി കൊടുത്ത വകയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 40 കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തറി സംഘങ്ങൾക്ക് നൽകേണ്ടത്.
ത്തോളമായി ഇവരുടെ സ്റ്റാഫിൻ്റെ സാലറികൾ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതായത് നെയ്ത്ത് തൊഴിലാളികൾക്ക് തന്നെ കൂലി കൊടുക്കാനോ അവരുടെ മറ്റേ അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇവിടുത്തെ 3 നെയ്ത്ത് സ്റ്റാഫുകൾ, അതായത് ജീവനക്കാർ, അവർ ഒരു വർഷത്തോളമായി അവർ ശമ്പളം ഇല്ലാതെ തന്നെ സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്. സാമ്പത്തികം വന്നാൽ തന്നെ നെയ്ത്ത് തൊഴിലാളികൾക്ക്, അതായത് അവരുടെ കൂലി കൃത്യമായി കൊടുത്താൽ തന്നെ മറ്റ് കൂലിനെ അപേക്ഷിച്ച് കുറഞ്ഞാണെങ്കിലും ഈ തൊഴിലാളികൾ നെയ്ത്ത് പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധമാവും. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് സംഖ്യ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഹാൻഡസിൽ നിന്ന് കൊടുത്ത തുണി കൊടുത്ത വകയിൽ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, കുറച്ചു കാലം കൂടെ ഈ തൊഴിൽ അന്യം നിന്ന് പോകാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ 3 സംഘങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടും. ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിനോട് ചേർന്നാണ് സംഭവം. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സുഹൈൽ എന്ന ബസ്സിനാണ് തീപിടിച്ചത്. പിണ്ടാണി സ്വദേശി ജിതിൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ബസ്സിന് തീപിടിക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അപകട സമയത്ത് 6 ബസ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വളർത്തുനായ്ക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ 15-ലെ കോയിക്കര സിജോയുടെ വീട്ടിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി പുലിയെത്തിയത്. സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് ആക്രമിച്ചത്. ബഹളം കേട്ട് വീട്ടുകാർ ജനൽ തുറന്നു നോക്കിയപ്പോൾ നായയെ ആക്രമിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഒച്ച വെച്ചതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു. നായയുടെ കഴുത്തിന് കടിയേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ് കണ്ണങ്കുറി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭക്തിയോടൊപ്പം കൗതുകവും ഉണർത്തുന്നതാണ് ശ്രീവത്സം അഗതി മന്ദിരത്തിലെ കേശവ പ്രതിമ. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2-നാണ് ചരിഞ്ഞത്. 4 പതിറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ 1982 ആനയുടെ അതേ വലിപ്പത്തിൽ പ്രതിമ നിർമ്മിച്ചു. ഈ ശില്പത്തിന് കാലപ്പഴക്കമായി എന്ന് പറഞ്ഞാണ് 2022 പുതുക്കി നിർമ്മിച്ചത്. രായിരനെല്ലൂർ മലയിൽ നാറാണത്ത് ഭ്രാന്തന്റെ ശില്പമടക്കം നിർമ്മിച്ച സുരേന്ദ്രകൃഷ്ണനായിരുന്നു ശില്പി. പ്രതിമയുടെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ രൂപസാദൃശ്യമില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ നേരത്തെയുണ്ടായിരുന്ന ശില്പത്തിന് കേശവന്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല എന്നായിരുന്നു വിശദീകരണം. ഇതിൽ തൃപ്തിയില്ലാത്ത ആരാധകരുടെ ആവശ്യം പരിഗണിച്ച് വീണ്ടും രൂപമാറ്റം വരുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. നവംബർ 30 നടക്കുന്ന ഗജരാജൻ അനുസ്മരണത്തിന് മുൻപ് ശില്പത്തിൽ രൂപമാറ്റം വരുത്തും. പ്രതിമ പൂർണ്ണമായും പൊളിക്കാതെ നേരത്തെ രൂപമാറ്റം വരുത്തിയ രീതിയാണ് ഇത്തവണയും സ്വീകരിക്കുന്നത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമിക്ക് കേശവന്റെ ശില്പത്തിൽ ആനത്താവളത്തിലെ പിന്മുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ഏറെ പ്രസിദ്ധമായ ചടങ്ങാണ്.
ശ്രീവത്സം വളപ്പിൽ തന്നെയുള്ള ഗുരുവായൂർ പത്മനാഭന്റെ ശില്പം നിർമ്മിച്ച എളവള്ളി നന്ദനാണ് കേശവനെയും ആരാധകരുടെ മനസ്സിലെ കേശവനാക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി. പുതുക്കാട് നിന്ന് പാഴായി ഭാഗത്തേക്ക് പോയ വാഹനമാണ് ഗേറ്റിലിടിച്ചത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിനിടയാക്കിയ വാഹനം നിർത്താതെ പോയി. ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ. ആദ്യ ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ ആരംഭിച്ചു. ആദ്യമേ പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. മദ്യപിക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ ബിവറേജസ് കോർപ്പറേഷൻ നൽകിയ പുതിയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. തൃശ്ശൂരിൽ ബിവറേജസ് കോർപ്പറേഷൻ്റെ സംസ്ഥാനത്തെ തന്നെ ആദ്യ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ ആരംഭിച്ചിരിക്കുന്നു. 2 നിലകളിലായി 5000 സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം ഉള്ളത്. വളരെ വില കൂടിയ മദ്യങ്ങൾ, അത് മാത്രമല്ല ഒരു നിശ്ചിത വിലയ്ക്ക് മുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഏറ്റവും വില കുറഞ്ഞ മദ്യങ്ങൾ ഇവിടെ ലഭ്യമാവുകയില്ല. മറ്റൊരു പ്രത്യേകത, ഈ ഓരോ മദ്യക്കുപ്പിക്കും പ്രത്യേകം തന്നെ ടാഗ് സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് മദ്യക്കുപ്പിയുമായി ആർക്കും അങ്ങനെ എളുപ്പം അങ്ങനെ കടന്നു പോകാനൊന്നും സാധിക്കില്ല. ഷോറൂം ചാർജ് ദിവ്യ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം? അതെ, ആദ്യമായിട്ടാണ് കേരളത്തിന് ഇങ്ങനെ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആയിട്ട് തുടങ്ങുന്നത്. ഇതിൽ എല്ലാവർക്കും നേരെ കയറി വന്ന് 2 ഫ്ലോറിലായിട്ട് നേരിട്ട് മദ്യം വാങ്ങാനുള്ള സൗകര്യം ഒതുക്കിയിട്ടുണ്ട്. ടാഗ് ഒരു പുതിയ സംവിധാനമായി തോന്നി. ടാഗ് ഇട്ടത് ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് ഇത് തടയാനായിട്ടാണ് ഈ ടാഗിൻ്റെ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ആരും എടുക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അതിനൊരു BB സൗണ്ട് വരും, അപ്പോൾ മോഷണം തടയുക. എന്തായാലും ആദ്യ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് സംസ്ഥാനത്ത് ആദ്യത്തേത്. ഇനി അടുത്തതായി കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഓരോ കമ്പനിക്കും പ്രത്യേകമായി അവരുടെ ബ്രാൻഡ് കാണിക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഫീസും ബിവറേജസ് കോർപ്പറേഷനിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ കളക്ടറേറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് വരവൂർ സ്വദേശിനിയിൽ നിന്നും 40,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ചേലക്കര തോന്നൂർക്കര സ്വദേശിയായ വടക്കേതിൽ വീട്ടിൽ അജിത്തിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. 2023 കേസിന് ആസ്പദമായ സംഭവം. എംപ്ലോയ്മെന്റിലേക്ക് വന്ന വരവൂർ സ്വദേശിനിയെ പ്രതി പരിചയപ്പെട്ട് ജോലി വാഗ്ദാനം നൽകുകയായിരുന്നു. കേരള സർക്കാരിന്റെ ടാഗ് ധരിച്ചിരുന്നതിനാൽ സംശയം തോന്നിയില്ല. പണം നൽകിയിട്ടും ജോലി ലഭിക്കാതായതോടെ പ്രതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് കളക്ടർക്കും വെസ്റ്റ് പോലീസിനും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലാലൂർ 110 kV സബ്സ്റ്റേഷന്റെയും 110 kV പ്രസരണ ശൃംഖലയുടെയും നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയും കുടിവെള്ളവും വിതരണം ചെയ്യുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ. പഴയ മുനിസിപ്പൽ പ്രദേശത്താണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിതരണം നടത്തിവരുന്നത്. ഈ മേഖല ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സബ്സ്റ്റേഷനും പ്രസരണ ശൃംഖലയും ലാലൂരിൽ നിർമ്മിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രസരണ ശൃംഖല നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നിർവഹിക്കും. മന്ത്രി ആർ ബിന്ദു കരാർ കൈമാറ്റം നടത്തും. 37 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഴയ മുനിസിപ്പൽ പ്രദേശത്തെ 42,000 കണക്ഷനുകളിലും സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണം സുതാര്യമാക്കുമെന്ന് മേയർ അറിയിച്ചു. ഇതോടെ വിയ്യൂരിൽ നിന്നുള്ള വൈദ്യുതി വിതരണം മുടങ്ങിയാലും ഇനി പഴയ മുനിസിപ്പൽ പ്രദേശത്ത് വൈദ്യുതി തടസ്സമുണ്ടാകില്ല. കൗൺസിൽ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തി. സർവകലാശാലാ ഭരണത്തിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആൽത്തറയിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R അശ്വതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. S അക്ഷയ്, അനേ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ കുത്തിയിരിപ്പ് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 14 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാട്ടകാമ്പൽ ചിറയ്ക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. സാധനങ്ങൾ വാങ്ങാൻ ചെന്ന പെൺകുട്ടിക്ക് നേരെ കടയിലുണ്ടായിരുന്ന പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയും സ്കൂളിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പെൺകുട്ടി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ് കോടതിയിൽ ഹാജരായി. നെന്മണിക്കര ചിറ്റിശ്ശേരിയിൽ കിണറ്റിൽ വീണ് വയോധിക മരിച്ചു. ചിറ്റിശ്ശേരി കണ്ണമ്പുഴ വീട്ടിൽ പരേതനായ ഈനാശുവിന്റെ ഭാര്യ 68 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പെരിഞ്ഞനം കൊറ്റംകുളത്തെ ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ണാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തി തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവന്റെ 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തി തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ണാരങ്ങളും കവർന്നു. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തി തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിത്തിരയുടെ നെയ്ത്തുകാരൻ നടൻ മുരളിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 16 വർഷം. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കേറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക്? നിന്റെ ഈ തല. കരുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. കീപ് ഇറ്റ് ഫോർ മീ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലർക്കിൽ നിന്നും മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ മഹാനടന്മാരിൽ ഒരാൾ. അഭിനയകലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അനശ്വര പ്രതിഭ. എന്നെ ചതിച്ചൂല്ലേ? എന്റെ മക്കളെ വിട്ട് പോയില്ലടി. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദേഷ്യടാ, എനിക്ക് ദേഷ്യ. മലയാളിയുടെ സ്വന്തം മുരളി. മലയാള സിനിമയിൽ അയാൾ കെട്ടിയാടാത്ത വേഷങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നെറ്റിയിൽ ഒരു വെട്ടുള്ള പരുക്കമായ ആ മുഖഭാവം കൊണ്ട് നിഷ്കളങ്കനായ കൂട്ടുകാരനായും പ്രണയമുള്ളിലൊതുക്കിയ കാമുകനായും വാത്സല്യമുള്ള കുടുംബനാഥനായും കർക്കശക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായും ചട്ടമ്പിയായ നാട്ടിൻ പുറത്തുകാരനായും മുരളി വെള്ളിത്തിരയിൽ പകർന്നാടി. ഭരത് ഗോപിയുടെ സംവിധാനത്തിൽ 1979 പുറത്തിറങ്ങിയ ഞാറ്റാടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. മലയാള സിനിമയും മലയാളിയും അത്രയും നാൾ കണ്ടുവന്ന നായക സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതുകയാണ് മുരളിയുടെ വരവോടെ സംഭവിച്ചത്. ചോക്ലേറ്റ് നായകന്മാർക്ക് മാത്രമല്ല, അല്പം ഗൗരവമുള്ള പരുക്കനായ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകർ ഉണ്ടാകുമെന്ന് തെളിയിച്ച വ്യക്തി. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ മഞ്ചാടിക്കുരു എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത്. കാലത്തിന്റെ തുരുമ്പ് പിടിക്കാത്ത ഓർമ്മകളിൽ ഇന്നും മരണമില്ലാതെ ഓരോ മലയാളികളുടെ മനസ്സിലും ജീവിക്കുകയാണ് ആ അനശ്വര നടൻ. TCV. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം. മെഡിസെപ്പ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗത്തിൽ അനുമതിയായി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി ഉയർത്തും. അതേസമയം സർക്കാർ ജീവനക്കാർ നൽകേണ്ട പ്രീമിയം 500 രൂപയിൽ നിന്നും 750 രൂപയാക്കി കൂട്ടി. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാൽമുട്ട് മാറ്റിവയ്ക്കൽ, ഇടുപ്പല്ല് മാറ്റിവയ്ക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകളും അടിസ്ഥാന പാക്കേജിലുണ്ട്. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി മെഡിസെപ്പ് കാർഡിൽ QR കോഡ് സംവിധാനം ഉൾപ്പെടുത്തും. അധിക ബിൽ ഈടാക്കുക തുടങ്ങിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ചൂഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതോറിറ്റിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും. തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൂറ്റൻ ഓട്ടുവിളക്ക് തൃശൂരിൽ നിന്നും. 12 അടി ഉയരം, 1475 കിലോ തൂക്കം, അതിഭീമാകാരമായ ഒരു ഓട്ടുവിളക്ക് തൃശ്ശൂരിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതിക്കൊണ്ട് തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഈ വിളക്കിൽ 5 തട്ടുകൾ, ഈ 5 തട്ടുകളിലായി 109 വിളക്കുകൾ, 108 ചെറിയ വിളക്കും ഒരു വലിയ വിളക്കുമായി. ഇരിങ്ങാലക്കുട നടവരമ്പിൽ നിർമ്മിച്ച ഈ വിളക്കിനെ കുറിച്ച് പാർട്ട്ണർമാരിലൊരാളായ വിജയ് തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഈ വിളക്ക് 20 ദിവസം കൊണ്ടാണ് നമ്മൾ പണി പൂർത്തിയാക്കിയത്. 15 പണിക്കാരുണ്ടായിരുന്നു.
ഇത് അപൂർവമായിട്ടുള്ള വിളക്കാണ്. ഇത് 3ാമത്തെ വിളക്കാണ് നമ്മൾ പണിത് കൊടുത്തുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ മലേഷ്യയിലേക്ക് അയച്ചിരുന്നു. രണ്ടാമത് ബോംബെയും, ഇത് ട്രിച്ചി ആണ് അയക്കുന്നത്. അപ്പോൾ എല്ലാം വടക്കുന്നാഥൻ്റെ ഒരു അനുഗ്രഹം അങ്ങനെയാണ് കരുതുന്നത്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പെരുമയും പൈതൃകവും വിളിച്ചോതിക്കൊണ്ട് അതിഭീമാകാരമായ ഈ വോട്ടുവിളക്ക് തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക്. TCVക്ക് വേണ്ടി ക്യാമറാമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോൾ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 37 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 1,25,000 രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവായി. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ വീട്ടിൽ ബിനീഷിനെയാണ് ശിക്ഷിച്ചത്. കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S. ലിഷയാണ് ശിക്ഷ വിധിച്ചത്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ ഭീകരതയുടെ ഓർമ്മയ്ക്കിന്ന് 80 വയസ്സ്. നാടകപ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്വയംപ്രഭ എന്ന പേരിൽ നാടക ട്രൂപ്പ് രൂപീകരിച്ച് അദ്ദേഹം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. 2020 സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു. വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുള്ള സായയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളായി വിസ തട്ടിപ്പ് നടത്തിയതിന് സായയുടെ പേരിൽ 9 കേസുകൾ നിലവിലുണ്ട്. മാരകായുധങ്ങളുമായി 4 അംഗ ഗുണ്ടാ സംഘത്തെ പേരാമംഗലം പോലീസ് പിടികൂടി. വെളുത്തൂർ സ്വദേശി അനൂപ്, മനക്കൊടി സ്വദേശികളായ സ്റ്റീവോ, ശ്രീഹരി, പത്തനംതിട്ട സ്വദേശി കാർത്തിക് എന്നിവരെയാണ് അമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സംഘം സന്ദർശിച്ചിരുന്ന കാറിൽ നിന്ന് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഉപഭോക്തൃ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും LPG ഓപ്പൺ ഫോറം 2 വർഷത്തോളം വിളിച്ചുകൂട്ടാതിരുന്നതിലും കഴിഞ്ഞ ഓപ്പൺ ഫോറത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാതിരുന്നതിലും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന LPG ഓപ്പൺ ഫോറത്തിൽ രൂക്ഷമായ വിമർശനമുയർന്നു.
ഗ്യാസ് സ്റ്റവ് പരിശോധന എന്ന പേരിൽ വൻതുക ഈടാക്കുന്നതിനെതിരെയും വിമർശനമുയർന്നു. 3 മാസത്തിനുള്ളിൽ അടുത്ത ഓപ്പൺ ഫോറം വിളിച്ചുകൂട്ടുമെന്ന് സപ്ലൈ ഓഫീസർ ഉറപ്പ് നൽകി. ഡെപ്യൂട്ടി കളക്ടർ PA വിഭൂഷൺ അധ്യക്ഷത വഹിച്ചു. DSO TJ ആശ, ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ, AD രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന CBSE കബഡി ടൂർണമെന്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളുടെ ക്ലസ്റ്റർ 10 മത്സരങ്ങളുടെ ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പാടൂക്കാട് കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രസിഡന്റ് DS സജീവൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. ദേശീയപാത ചാലക്കുടി പോട്ടയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അജ്ഞാത യുവാവ് മരിച്ചു. കഴിഞ്ഞ ജൂലൈ 2-നാണ് പരിക്കേറ്റ നിലയിൽ 40 വയസ്സുകാരനെ പോലീസ് കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇയാളെ ഇടിച്ച വാഹനം കണ്ടെത്താനായില്ല. ചാലക്കുടി കാടുകുറ്റിയിൽ സോളാർ പാനൽ ഘടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് വടകര സ്വദേശി മങ്ങോട്ടുപറമ്പ് ആർഷ് വീട്ടിൽ സഹദ് നഫീറിനെയാണ് കൊടകര SHO അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മറ്റൊരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി ഇപ്പോൾ എറണാകുളം ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. വരന്തരപ്പള്ളി സെന്ററിലെ കെട്ടിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള ശ്രീവത്സനാണ് മരിച്ചത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി നോക്കാം വാണിജ്യം. ലോകത്തിലെ മുൻനിര ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡഡ് കമ്പനികളിലൊന്നായ സിവാമയുടെ തൃശൂരിലെ 2ാമത്തെ ഔട്ട്ലെറ്റ് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമാണ് സിവാമി. തൃശൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിവാമിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സ്റ്റാർ PVC പൈപ്പ് MD ലിഷ ബോബി നിർവഹിച്ചു. സിവാമി CEO ലാവണ്യ പച്ചീസിയ, സിവാമി ഫ്രാഞ്ചൈസി ഉടമ കാമാക്ഷി രാംകുമാർ, കുടുംബാംഗങ്ങൾ, സിവാമി കമ്പനി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം ലേഡീസ് ഇന്നർ വയറുകൾ, ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ് ആൻഡ് നോൺ വയേർഡ് തുടങ്ങി ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9633367890. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് യാത്രക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായി നിലംപൊത്തി. ഒഴിവായത് വൻ ദുരന്തം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതിയിലെ തർക്കം പരസ്യപ്പോരിലേക്ക്. കോൺഗ്രസ് കൗൺസിലർമാർ സംഘടിപ്പിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഡെപ്യൂട്ടി മേയർ. ഔദ്യോഗിക ഉദ്ഘാടനം 12-ന് നടക്കാനിരിക്കെയാണ് കോൺഗ്രസ് സംഘടിപ്പിച്ച സമാന്തര ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ പങ്കെടുത്തത്. കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിൽ. അധികാരികളുടെ അവഗണനയിൽ പാരമ്പര്യ വ്യവസായമായ നെയ്ത്ത് തകർച്ചയുടെ വക്കിൽ. നെയ്ത്തുകാരുടെ ജീവിതം ദുരിതത്തിൽ. മാള പുത്തൻചെറിയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വീട്ടിലെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ പുലി ആക്രമിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.